നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈബ്രിഡ് കാറുകളെക്കുറിച്ചാണ്. ഇവ എന്താണ്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട്? ഒരു ഹൈബ്രിഡ് കാർ രണ്ട് വ്യത്യസ്ത എനർജി സോഴ്സുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വാഹനമാണ്. സാധാരണയായി ഇതിൽ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനും അതോടൊപ്പം ഒരു ഇലക്ട്രിക് മോട്ടറും ബാറ്ററിയും ഉണ്ടാകും. ഹൈബ്രിഡ് കാറുകൾ വിവിധ തരത്തിലുണ്ട്. ചുരുക്കത്തിൽ പ്രധാന 3 കാറ്റഗറികളാണ്. മൈൽഡ് ഹൈബ്രിഡ്. ചെറിയ ഒരു ഇലക്ട്രിക് മോട്ടർ എഞ്ചിനോട് ചേർന്ന് പ്രവർത്തിക്കും, പക്ഷേ വലിയ ദൂരങ്ങൾ ഇലക്ട്രിക് മോഡിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഫുൾ ഹൈബ്രിഡ്. ഈ കാറുകൾ പെട്രോൾ എഞ്ചിനോ ഇലക്ട്രിക് മോട്ടറോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ പ്രവർത്തിക്കാൻ കഴിയും. കുറഞ്ഞ വേഗതയിൽ പൂർണ്ണമായും ഇലക്ട്രിക് മോഡിൽ ഓടാൻ കഴിയും. പ്ലഗ് ഇൻ ഹൈബ്രിഡ്. ഇതിന് വലിയൊരു ബാറ്ററി ഉണ്ട്, അതിനാൽ വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഷോർട്ട് ട്രിപ്പുകൾ ഇലക്ട്രിക് എനർജി മാത്രം ഉപയോഗിച്ച് സഞ്ചരിക്കാം, ഇന്ധനത്തിന്റെ ചെലവ് കുറയ്ക്കാം. അപ്പോൾ ഒരു ഹൈബ്രിഡ് കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതിൽ പ്രധാന 3 മോഡുകൾ ഉണ്ട്. ഇവി മോഡ്. കുറഞ്ഞ വേഗതയിൽ ബാറ്ററിയിൽ നിന്ന് മാത്രം പവർ ഉപയോഗിക്കും. ഹൈബ്രിഡ് മോഡ്. ഇന്ധന എഞ്ചിൻ, ഇലക്ട്രിക് മോട്ടർ ഇവ രണ്ടും ചേർന്ന് പ്രവർത്തിക്കും. റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ബ്രേക്കുകൾ അമർത്തുമ്പോൾ ബാറ്ററി റീചാർജ് ചെയ്യപ്പെടുന്നു, ഇന്ധനക്ഷയം കുറയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് കാറുകൾ തിരഞ്ഞെടുക്കേണ്ടത്? ഇതാ ചില പ്രധാന ഗുണങ്ങൾ. ഇന്ധനക്ഷമത. പെട്രോൾ ഡീസൽ കാറുകളേക്കാൾ കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുന്നു. കുറഞ്ഞ മലിനീകരണം. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ കുറഞ്ഞതുകൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. കുറഞ്ഞ മെയിന്റനൻസ്. ചെറിയ ബാറ്ററികൾ ഉള്ളതിനാൽ പൂർണ്ണ ഇലക്ട്രിക് കാറുകളേക്കാൾ മെയിന്റനൻസ് കുറവാണ്. ശബ്ദരഹിതമായ പ്രവർത്തനം. ഇലക്ട്രിക് മോഡിൽ അത്യന്തം ശാന്തവും സുഖപ്രദവുമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായ ചില പ്രമുഖ ഹൈബ്രിഡ് കാറുകൾ. ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ 10,86,000 രൂപ മുതൽ. മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാർ 10,70,000 മുതൽ. ഹോണ്ട സിറ്റി HEV 18,89,000 മുതൽ. ടൊയോട്ട കാമറി ഹൈബ്രിഡ് 46 ലക്ഷം. നിങ്ങൾക്ക് ഹൈബ്രിഡ് കാറുകൾ ഇഷ്ടമാണോ? താഴെ കമന്റിൽ പറയൂ. ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യൂ. വീണ്ടും ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.